അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അധികാരത്തിൽ കയറിയപ്പോൾ യുദ്ധം പ്രഖ്യാപിച്ച രാജ്യങ്ങളിലൊന്ന് അത് വെനിസ്വേലയായിരുന്നു, പിന്നീട് മെക്സിക്കോ, അതിനുശേഷം ക്യൂബ. എന്തായാലും വെനിസ്വേലയുടെ ഭരണാധികാരിയായിട്ടുള്ള മഡൂറോയെ ഒരു പാദയാത്രി വളഞ്ഞിട്ട് അമേരിക്ക പിടിച്ചുകൊണ്ട് അമേരിക്കയിലേക്ക് കൊണ്ടുപോയി. മഡൂറോയെ പിടിച്ചുകൊണ്ടുപോയി കഴിഞ്ഞ ശേഷം അവിടെ മറ്റൊരു ഭരണാധികാരി വന്നു. അവിടെയുള്ള എണ്ണപ്പാടങ്ങളെല്ലാം അമേരിക്ക കൈക്കലാക്കി. അതിനുശേഷം അമേരിക്ക ലക്ഷ്യം വെച്ചിരിക്കുന്നത് മെക്സിക്കോ, കൊളംബോ, ക്യൂബ എന്ന് പറയുന്ന രാജ്യങ്ങളെയാണ്. ഇപ്പോഴിതാ ക്യൂബയിൽ നിന്നൊരു റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നത്, ക്യൂബയിൽ US ബോട്ടിലെത്തിയ ഒരു സംഘം ക്യൂബൻ സൈന്യവുമായി ഏറ്റുമുട്ടൽ നടത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. 4 പേർ ഇതിൽ കൊല്ലപ്പെട്ടിരിക്കുന്നു എന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു. ക്യൂബൻ തീരത്ത് അമേരിക്കൻ രജിസ്ട്രേഷനുള്ള അതിവേഗ ബോട്ടിലെത്തിയ സംഘവുമായി ഉണ്ടായ ഏറ്റുമുട്ടലിൽ 4 പേർ കൊല്ലപ്പെട്ടു എന്നുള്ളതാണ് റിപ്പോർട്ട്. ചൊവ്വാഴ്ച പുലർച്ചെ വില്ല ക്ലാര പ്രവിശ്യയിലെ എൽ പീനോ ചാനലിന് സമീപമാണ് ഈ സംഭവം നടക്കുന്നത്. ക്യൂബൻ അതിർത്തി ലംഘിച്ചെത്തിയ ബോട്ടിന് നേരെ സൈന്യം നടത്തിയ പ്രത്യാക്രമണത്തിലാണ് മരണം സംഭവിച്ചത്. 6 പേർക്ക് പരിക്കേറ്റതായും ക്യൂബൻ ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചിട്ടുണ്ട്. ഫ്ലോറിഡയിൽ രജിസ്റ്റർ ചെയ്ത IFL 7726SH എന്ന നമ്പറിലുള്ള ബോട്ടാണ് തീരത്ത് നിന്ന് നോട്ടിക്കൽ മൈൽ അകലെ സൈന്യത്തിന്റെ ശ്രദ്ധയിൽപ്പെട്ടത്. പരിശോധനയ്ക്കായി ബോർഡർ ഗാർഡ് ട്രൂപ്പിന്റെ പെട്രോളിംഗ് യൂണിറ്റ് അടുത്തേക്ക് നീങ്ങിയപ്പോൾ ബോട്ടിലുണ്ടായിരുന്നവർ വെടിയുതിർക്കുകയായിരുന്നു. വെടിവെപ്പിൽ ഒരു ക്യൂബൻ കമാൻഡർക്ക് പരിക്കേറ്റു. തുടർന്നാണ് സൈന്യം തിരിച്ചടിച്ചത് എന്ന റിപ്പോർട്ടുണ്ട്. കൊല്ലപ്പെട്ടവരെ ആക്രമികൾ എന്ന് വിശേഷിപ്പിച്ച ക്യൂബൻ സർക്കാർ ഇവരുടെ പേരോ മറ്റു വിവരങ്ങളോ ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല. ബോട്ട് എന്തിനാണ് ക്യൂബൻ ജലപരിധിയിൽ എത്തിയത് എന്ന കാര്യത്തിലും വ്യക്തതയില്ല. കള്ളക്കടത്തോ അനധികൃത കുടിയേറ്റമോ ആകാം ഇതിനു പിന്നിലെന്ന് സംശയിക്കുന്നു. തങ്ങളുടെ പരമാധികാരം സംരക്ഷിക്കാൻ പ്രതിജ്ഞാബദ്ധമാണെന്നും സംഭവത്തിൽ അന്വേഷണം തുടരുകയാണെന്നും ഹവാന നിലവിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. നേരത്തെ ക്യൂബയിൽ റഷ്യ വലിയ സഹായവുമായി രംഗത്തെത്തിയ വാർത്ത കോളിളക്കം സൃഷ്ടിച്ചിരുന്നു. അതായത് ക്യൂബൻ മണ്ണിലേക്ക് റഷ്യ തങ്ങളുടെ വലിയ രീതിയിലുള്ള എണ്ണക്കപ്പലുകൾ അയക്കുന്ന ദൃശ്യങ്ങളാണ് പുറത്തു വന്നിരുന്നത്. ഇത് അമേരിക്കയെ ചൊടിപ്പിച്ചിരുന്നു. അതിനുശേഷമാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടാകുന്നത് എന്നുള്ളത് വളരെയധികം പ്രാധാന്യം അർഹിക്കുന്ന ഒരു കാര്യമാണ്. കാരണം നാളെ ചെറിയ വിഷയങ്ങളിൽ നിന്നാണ് വലിയ യുദ്ധങ്ങൾ പൊട്ടിപ്പുറപ്പെടേണ്ടത് എന്ന് കൃത്യമായി ട്രംപിനറിയാം. അതുകൊണ്ട് തന്നെ അമേരിക്കൻ ബോട്ട് ആക്രമിച്ചു എന്ന് പറഞ്ഞ് ക്യൂബയ്ക്ക് നേരെയോ ക്യൂബൻ സംഘത്തിനെതിരെയോ സൈന്യത്തിനെതിരെയോ വലിയ സൈനിക നടപടി എടുക്കാൻ ഡൊണാൾഡ് ട്രംപിന് കഴിയും. അതാണ് ഡൊണാൾഡ് ട്രംപിന്റെ ബുദ്ധി എന്ന് പറയുന്നത്. എന്തായാലും അതുപോലെ തന്നെയായിരുന്നു മഡൂറോയും ഡൊണാൾഡ് ട്രംപ് കീഴ്പ്പെടുത്തിയത്. ന്യൂസ് ഡെസ്ക് ഇന്ത്യ മലയാളം.